ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഓണാണ്, ഒന്നാം ഓണാണ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ഓണാവട്ടെ. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒന്ന് പൂക്കളവും ഒന്ന് സദ്യയുമാണ്. അപ്പം നമ്മളുടെ ഈ സദ്യ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ നീച്ച് നമുക്ക് എല്ലാം ചെയ്താവില്ലല്ലോ. അപ്പം നമുക്ക് തലേ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മളുടെ പണിയൊക്കെ ടക്ക് എന്നാകും. അപ്പോൾ എന്തൊക്കെ ചെയ്തു വെക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചെയ്യാറ് നാളികേരമൊക്കെ പൊളിച്ചു വയ്ക്കും. എല്ലാവരും ചെയ്യുന്നത് തന്നെയാവും കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചെയ്യാറ് നമ്മൾക്ക് വേണ്ട നാളികേരമൊക്കെ പൊളിച്ച് വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വളപ്പിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് മുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ വാഴയില, ഇതൊക്കെ നമ്മൾ ഇന്ന് തന്നെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് നാളെ രാവിലെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഓണത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് അതിനില്ലാത്ത കേരളീയ വിഭവങ്ങളെ കിട്ടും. അപ്പോൾ നാളേക്ക് വേണ്ട ഇനി നമുക്ക് വാഴം തന്നെ വെക്കും. എന്തായാലും മത്തല്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് വെക്കണം. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് വോയിസ് കൊടുത്തു നോക്കിയതാണ് കേട്ടോ. പക്ഷെ സൗണ്ട് കുറച്ച് കുറവാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഇതൊക്കെ നാളേക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടി നമുക്കൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഓണത്തിൻ്റെ ആ ഒരു വൈബ് നമ്മൾ വാഴയില പൊട്ടിക്കുമ്പോഴായാലും, പിന്നെ നമുക്കതിന് വേണ്ട കാര്യങ്ങളൊക്കെ തലേ ദിവസം അറേഞ്ച് ചെയ്യുന്നതായാലും, രാവിലെ നീച്ച് അതൊക്കെ നമ്മൾ പണിയുണ്ടെങ്കിൽ കൂടി ആ ഒരു ഓണം വൈബ് എല്ലാ വീട്ടമ്മമാരും ആസ്വദിക്കുന്നതാണ് അല്ലേ? നിങ്ങളും അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കും അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളേക്കുള്ള വാഴയിലയും പിന്നെ അവിയലിക്ക് വേണ്ട പച്ചമുളകും കറികൾക്ക് വേണ്ട കറിവേപ്പിൻ്റെ ഇലയൊക്കെ ആയി കേട്ടോ. ഇനി അടുത്ത വീട്ടിലെ ഞങ്ങളുടെ മതിലിനോട് ചേർന്ന് ഇതാണ്ടോ വടുവപ്പുളി നിൽക്കുന്നുണ്ട്. ഇത് എനിക്കായിട്ട് അവർ മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനാണ് പറഞ്ഞിട്ട് ഞാനത് പൊട്ടിക്കാതെ വെച്ചേർന്നാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾക്ക് അകത്തേക്ക് പോവാം കേട്ടോ. ഒറ്റ വെട്ടിന് പൊട്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിൽ വെട്ടിയതാണ്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ആ നാളികേരത്തിൽ വന്നില്ല കേട്ടോ. അത് 2 വെട്ട് വെട്ടേണ്ടി വന്നു. അപ്പം നമുക്ക് ഈ നാളികേരമൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ സദ്യയിലെ ഏറ്റവും വലിയ പണി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാളികേരം ചിരകിയുണ്ടാക്കലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളുടെ സദ്യ വിഭവങ്ങളിൽ നാളികേരം ചേർക്കാത്തത് അച്ചാറിലും പുളിയിഞ്ചിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ കറികളിലും നമ്മൾ നാളികേരം ചേർക്കും. അപ്പോൾ ഒരു
ഒരുപാട് നാളികേരം നമ്മൾക്ക് ആവശ്യമാണ്. അപ്പം ഇതൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ ചിരകി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പണി നമുക്കവിടെ തീർന്നു കിട്ടും കേട്ടോ. ഇനി രണ്ടാമതായിട്ടുള്ള വലിയ പണി എന്ന് പറയുന്നത് ഈ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറീനെയൊക്കെ നമ്മൾ കഴുകിയെടുക്കണമല്ലോ. നമ്മൾ പണ്ടത്തെ പോലെ നമ്മളുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കണതല്ലല്ലോ, വിഷം അത്യാവശ്യം അടിച്ച് വരുന്നതായ കാരണം കൊണ്ട് നമ്മളിതൊക്കെ നന്നായി വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾക്കിതൊക്കെ അരിഞ്ഞ് സെറ്റാക്കാൻ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ കേട്ടോ. പച്ചക്കറിയൊക്കെ 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് വെക്കും. നമ്മളുടെ ഒരു മനസ്സമാധാനം, അല്ലാണ്ട് അതിലത്തെ വിഷം മുഴുവൻ പോവും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ. എങ്കിലും പോണത് പോട്ടേച്ചിട്ടും നന്നായി വൃത്തിയാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉപ്പിട്ടേക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊക്കെ ഉപ്പിട്ട് വെച്ചിട്ട് അവിടെ അങ്ങനെ വെക്കണം. അപ്പോൾ അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പോവുമായിരിക്കും. ക്യാബേജിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് എത്ര കഴുകിയാലും തൃപ്തിയാവില്ല കേട്ടോ. എന്താ വെച്ചാൽ ക്യാബേജിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്നതെന്ന്. അതായത് അതൊരു ഫ്ലവർ പോലെയല്ലേ, അതിൻ്റെ ആ ഓരോ ലീഫിൻ്റെ അടിയിലേക്ക് ഈ അടിക്കുന്ന മരുന്നില്ലേ, രാസവസ്തുക്കൾ അടിക്കണതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കും അത്രേ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും ക്യാബേജ് മാത്രം കേട്ടോ, മറ്റേതൊന്നും അത്ര ഞാൻ കഴുകലില്ല. അപ്പം ഞാനെൻ്റെ നാളികേരം ചിരകുന്ന ടാസ്ക് ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന ഒരു പരിപാടി. അപ്പോൾ ഓണത്തിൻ്റെ ദിവസമൊക്കെ നമ്മൾ ഇത് ചിരകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ 1 മണിക്കൂറോളം നമ്മൾക്ക് ഇതിൽ തന്നെ ചിലവാകും. അതിൻ്റെ ഇടയിൽ വേറെയും പണികളുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം കാണിക്കാം കേട്ടോ. ഇതാ 6:40 അപ്പോൾ ഞാൻ ഇപ്പോൾ
നാളികേരം ചിരകി പച്ചക്കറികളൊക്കെ നുറുക്കിയിട്ടോ. ഇത് പയർ, ഇത് ഞാൻ പായസം വെക്കണോ അതോ പച്ചടി വെക്കണോ എന്നുള്ള സംശയത്തിൽ നുറുക്കി വെച്ചതാണ്. ഇത് നാരങ്ങ അച്ചാറിടാൻ വേണ്ടി മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ അവിയലിലേക്കും സാമ്പാറിലേക്കും ഒക്കെ ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാബേജ് ക്യാരറ്റ് നുറുക്കിയിട്ട് ഉപ്പേരിക്കുള്ളതാണ്. ഇത് പിന്നെ നമ്മുടെ അവിയലിലേക്ക്, അപ്പം ഞാൻ സാമ്പാറിലേക്ക് അതൊന്ന് കഷ്ണം എടുക്കും. ഇത് ഓലം വെക്കാനും ഇത് കാളം വെക്കാനുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാളികേരവും പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ നാളത്തെ ഓണം 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും തീർന്നു കിട്ടും. അപ്പോൾ ഇപ്പോൾ ടൈം എന്തായെന്നറിയോ? 7:45 കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ തീർത്തു. അപ്പോൾ ഈ 1 മണിക്കൂർ നമുക്ക് തലേദിവസം ലാഭമല്ലേ. പിന്നെ നമ്മൾ പാലൊക്കെ ഉറൊഴിച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ തലേദിവസം നമ്മളുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ് കേട്ടോ. ഈ പച്ചക്കാള മഹാബലിയാണോ എന്നാവോ, നമ്മളുടെ വീട്ടിലെല്ലാം സെറ്റാണോ എന്നറിയാൻ വന്നതാണോ എന്നറിയില്ല. ആളെവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എല്ലാം തീർത്ത് നമ്മൾ അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മൾ എല്ലാം സെറ്റായി കിടന്നാലുണ്ടല്ലോ നമുക്ക് രാവിലെ നീച്ച് ഈ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പണികളൊക്കെ വേഗം കഴിക്കാൻ പറ്റും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തലേ ദിവസം ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.